ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഏറ്റവും ചെറിയ വീഡിയോ ആണിത്. മര്യാദയ്ക്കൊരു ഇൻട്രോ പോലും ഞാൻ എടുത്തിട്ടില്ല. ഞാനിന്ന് എൻ്റെ മുടി കളർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അന്ന് ഹെയർ കട്ടും സ്പായൊക്കെ ചെയ്ത അതേ സലൂണിൽ തന്നെയാണ് കളറിങ് ചെയ്യാൻ വേണ്ടിയിട്ടും പോയത്. എനിക്ക് ബ്രൗൺ ഷെയ്ഡ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഒരു ഡാർക്ക് കളറിലുള്ള ഒരു കോപ്പർ ബ്രൗൺ ഷെയ്ഡ്, ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തത്. മുടി ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിരുന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെ രണ്ട് സൈഡും കെട്ടിയിരുന്നു. എന്തായാലും ക്യൂട്ടായിട്ടുണ്ട്. കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് 12 മണിയോളം ആയിട്ടുണ്ട്. ഇന്ന് കുറേ കാര്യങ്ങൾ സലൂണിന് ചെയ്യാണ്ട്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഹെയർ കളറിംഗ് ആണ് അവർ ചെയ്തത്. ഞാൻ പ്രത്യേകം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടിയിൽ ബ്ലീച്ച് അപ്ലൈ ചെയ്യരുതെന്ന്. കാരണം എനിക്ക് ബ്ലീച്ച് ചെയ്യാൻ തീരെ താല്പര്യമില്ല, എനിക്കിഷ്ടമല്ല. അപ്പോൾ ബ്ലീച്ച് ചെയ്യാണ്ടാണ് അവർ ഹെയർ കളർ ചെയ്തത്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4 തവണയോളം എൻ്റെ മുടി കളർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതുവരെ ഡാമേജ് ഒന്നും വന്നിട്ടില്ല. കാരണം ഞാൻ പ്രോപ്പറായിട്ട് ഇതിന് ശേഷവും മുടി കെയർ ചെയ്യാറുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കും. എന്തായാലും ഈ സലൂണിൽ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് കളർ ചെയ്യുന്നത്. എനിക്ക് പക്ഷേ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ നല്ല സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കളർ ചെയ്തതിന് ശേഷം വാഷും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ മുടി സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഷെയ്ഡ് നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ലാസ്റ്റ് വൃത്തിയായിട്ട് കാണിച്ചു തരാം. എന്തായാലും ഓൾമോസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് കളറ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് സൂട്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും കളറിങ്ങിനൊക്കെ ശേഷം നമുക്ക് ഒരു പെഡിക്യൂർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് പെഡിക്യൂർ ചെയ്യുന്നത്, മുമ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് എന്തായാലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നിയത് നമ്മുടെ പേരൻസിനൊക്കെ എപ്പോഴെങ്കിലും അവരാണ് ഇത് മെയിനായിട്ട് ചെയ്യേണ്ടത്. എൻ്റെ അച്ഛനും അമ്മയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നി, ഞാൻ ചെയ്യേണ്ടതിനെക്കാട്ടിലും. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ചെയ്യാനായിട്ട്. എന്തായാലും ഇന്ന് ഞാനൊന്ന് ട്രൈ ചെയ്തു. നല്ല റിലാക്സിങ് ആയിരുന്നു, നല്ല സുഖമുണ്ടായിരുന്നു. ഇതിൻ്റെ ഹോൾ പ്രൊസീജിയർ മൊത്തം നല്ല രസമുണ്ട്. എന്തായാലും പെഡിക്യൂറൊക്കെ ചെയ്തു. പിന്നെ മുഖത്തിനൊരു ക്ലീനപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐബ്രോ ത്രെഡ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ചു പോവാം. പിന്നെ ഞാൻ അവിടുന്ന് പോരുന്നതിന് മുമ്പ് മുടിക്ക് യൂസ് ചെയ്യേണ്ട ഷാംപൂ, കണ്ടീഷണർ, സീറമൊക്കെ മേടിച്ചു. ഞാനിത് ഓൾമോസ്റ്റ് ഒരു 2 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്ന ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ്. കളേർഡ് ഹെയറിന് പറ്റിയതാണ്. ലോറിയൽ പ്രൊഫഷണലിൻ്റെ വൈറ്റാമിനോ കളർ കണ്ടീഷണർ ആൻഡ് ഷാംപൂ, കണ്ടീഷണർ മാസ്കും ഷാംപൂ. ഇത് സിരി എക്സ്പേർട്ട് റേഞ്ചാണ്. ലോറിയലിൻ്റെ പ്രൊഫഷണൽ സീരീസിലുള്ള സാധനം. അപ്പോൾ അത് അടിപൊളിയാണ്. പിന്നെ ഇപ്രാവശ്യം ഞാനൊരു സിറം മേടിച്ചു. ഞാൻ പൊതുവേ സിറം യൂസ് ചെയ്യാറില്ല. പക്ഷെ വിൻ്റർ ടൈം ഒക്കെ ആകുമ്പോൾ മുടി കുറച്ച് ഡ്രൈ ആവണ പോലെ തോന്നാറുണ്ട്. സോ ഞാനിത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഗോഡ്രേജിൻ്റെ ഒരു സിറവും മേടിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ കളർ ചെയ്തിട്ടുള്ള എൻ്റെ ഫൈനൽ ലുക്ക്. സോ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.